ഹലോ ഗായ്സ്, എല്ലാവർക്കും HandWASHിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഹാൻഡ് വാഷ് ആണ്. ഹാൻഡ് വാഷ് ഉണ്ടാക്കാൻ നമുക്ക് ലെക്സിൻ്റെ സോപ്പാണ്. ഇത് 30 രൂപയോളം വില വരുന്ന ഒരു ലെക്സിൻ്റെ സോപ്പ്, അതായത് 100 ഗ്രാമിൻ്റെ. നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്ന മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുന്ന തൊട്ട് വേണം ബെല്ലൈക്കൻ ചെയ്യണം. ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ കിട്ടും. അയ്യോ, ഇനി ഇതൊക്കെ നല്ല നമുക്ക് നമ്മൾ നേരെ എന്നാൽ വീഡിയോയിലേക്ക് പോകാം. ഫ്രണ്ട്സ്, നമുക്ക് ആദ്യം വേണ്ടത് ഇതിനകത്തൊരു സോപ്പാണ്, ലെക്സിൻ്റെ സോപ്പാണിത്. ഇത് ഏകദേശം മാർക്കറ്റിൽ 30 രൂപയോളം വില വരുന്നുണ്ട്. 100 ഗ്രാമിൻ്റെ സോപ്പാണ്. നമുക്ക് ആ സോപ്പ് എടുത്തതിന് ശേഷം അതിൻ്റെ ആ കവറൊക്കെ മാറ്റിയ ശേഷം നമുക്കതിന്ന് ഒരു പഴയ ഒരു നമ്മുടെ ക്യാരറ്റിൻ്റെയും അങ്ങനെ കുക്കുമ്പറിൻ്റെയൊക്കെ തൊലി കളയുന്നതായിട്ടൊരു മെഷീനാണിത്. അപ്പോൾ അത് വെച്ച് നമുക്കതോ ചീസൊക്കെ അരിയുന്ന ചെറിയതോ അല്ലെങ്കിൽ ബ്ലേഡോ കത്രിയോ പിച്ചാത്തോ ഏത് വെച്ചെങ്കിലും നമുക്കത് ചെറിയ ചെറിയ പീസുകളാക്കി മുറിക്കണം. ഇപ്പം നമ്മൾ ഏകദേശം മുറിച്ചളഞ്ഞ് ഇനിയും ഉണ്ട്, നമുക്ക് അത് മൊത്തം മുറിച്ചെടുക്കാറുണ്ട്. ഇപ്പം നമ്മൾ മുറിച്ച് തീർന്നു. നമുക്കതിന് ശേഷം നമുക്ക് ചെയ്യേണ്ടത് ഇതൊന്ന് ചൂടാക്കണം. ആദ്യം നമുക്കൊന്ന് ഗ്യാസ് ഒന്ന് കത്തിച്ചെടുക്കാം. ഇപ്പോൾ ഗ്യാസ് കത്തിച്ചു. അതിന് ശേഷം നമുക്കാണെങ്കിൽ ഒരു പാത്രം വെക്കാം. നമുക്കൊരു പാത്രം വെക്കണം. ആ പാത്രം ഒന്ന് ചൂടായതിന് ശേഷം നമുക്ക് ഒരു 2 ലിറ്റർ വെള്ളം ഒഴിക്കാറുണ്ട്. ഇതൊരു ലിറ്ററിൻ്റെ കുപ്പിയാണ് ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്നത്. അതിൻ്റെ നമുക്ക് 2 ലിറ്റർ വെള്ളം ഒഴിക്കാം. അപ്പം പാത്രം ചൂടായി നിങ്ങൾക്ക് ആ സൗണ്ട് കേൾക്കാം. ഇപ്പം ഞാൻ അടുത്ത കുപ്പി വെള്ളം ഒഴിച്ച് അങ്ങനെ ഇപ്പം നമ്മൾ 2 കുപ്പി വെള്ളം നമ്മൾ ഒഴിച്ചിരിക്കുന്നു. അതായത് 2 ലിറ്റർ വെള്ളം. അതിന് ശേഷം നമുക്കത് തിളയ്ക്കുന്നവരെ വെയിറ്റ് ചെയ്യണം. വെള്ളം തിളയ്ക്കുന്നവരെ വെള്ളം നല്ല വെട്ടി തിളച്ച ശേഷം നമുക്ക് ആ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സോപ്പ് നമുക്ക് ഒന്ന് അതിൻ്റെ അതിൽ ഇടണം. അതിനിവിടുന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്താൽ ആ ചെറിയ വലിയ വലിയ പീസുകളെല്ലാം മണ്ടേ വരും. അതിന് ശേഷം നമുക്ക് അത് മൊത്തം പാത്രത്തിലേക്ക് ഇടാം. ആ പാത്രം അടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഉപയോഗിക്കാത്ത പഴയ പാത്രമല്ലേ ഉപയോഗിക്കാവൂ. പുതിയ പാത്രമൊക്കെ ആണെങ്കിൽ ആ സോപ്പിൻ്റെ സ്മെല്ലും അങ്ങനെ പാത്രം പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ കൊള്ളത്തില്ല. ഉപയോഗിക്കണമെങ്കിൽ പിന്നെ അത് നല്ല രീതിയിൽ ഒരുപാട് വെള്ളത്തിൽ കഴുകേണ്ടി വരും. ഇപ്പം നമ്മൾ അത് തട്ടി അതിന് ശേഷം നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അത് ചെറുതായിട്ട് തിളച്ച് അതൊന്ന് തിളയ്ക്കണം. നമുക്ക് അത് ജസ്റ്റ് ഒന്ന് തിളയ്ക്കാൻ വേണ്ടി മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പം അത് നമ്മൾ എല്ലാം മിക്സ് ചെയ്തെടുത്തു. അതിനുശേഷം അതായത് നമ്മുടെ പാലൊക്കെ പൊങ്ങി തിളച്ച് വരുന്ന കണക്ക് അത് വരണം. അതുവരെ നമുക്കത് വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ നമുക്ക് ഏകദേശം അത് തിളച്ച് വന്നു, അതായത് ആ പതയെല്ലാം പൊങ്ങി വന്നു. അപ്പോൾ നമ്മൾ ഓഫ് ചെയ്തു. അതിനുശേഷം നമ്മുടെ ഈ ഗ്ലിസറിൻ അത് നമുക്ക് 2 സ്പൂണാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ സ്പൂൺ ഒഴിച്ചു. നമുക്കത് അതിനകത്ത് ഇടാം. രണ്ടാമത്തെ സ്പൂൺ ഒഴിക്കാം. അതിനുശേഷം നമുക്കത് മിക്സ് ചെയ്യാം. നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്തിട്ടാണ് ഞാൻ മിക്സ് ചെയ്തത്. നല്ല രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടച്ചു വെക്കാം. നമുക്കത് അടച്ച് ഒരു 10 മണിക്കൂറോളം വെക്കണം. അപ്പം നമുക്കത് ഒരു ജെല്ലി പരുവത്തിനായിട്ട് കിട്ടും. എന്നിട്ട് നമുക്കത് ഉപയോഗിക്കാം. 10 മണിക്കൂറാണ് വെക്കേണ്ടത്. ഞാൻ ഇപ്പം 24 മണിക്കൂർ വെച്ചിട്ടുണ്ട്. അതായത് ഇന്നലെ രാത്രി 6 മണിക്കാണ് ഞാൻ ഇത് ഉണ്ടാക്കിയത്. ഇപ്പം ഇന്ന് ഒരു 6 മണിയാവാറായി.
ഇപ്പോൾ ഒരു 27 മണിക്കൂറോളം നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം. കാണുവേ അങ്ങനെ ഇപ്പം നമ്മൾ എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിനെ ടെസ്റ്റ് ചെയ്താൽ നമുക്ക് വെളിയിലോട്ട് പോകും. ഇവിടെ വെട്ടം കുറവാണ്. അപ്പം നമ്മുടെ ആ ജെല്ല് പരുവത്തി നമ്മുടെ ഹാൻഡ് വാഷ് ശരിയായിട്ടുണ്ട്. അപ്പം നമുക്ക് നോക്കാം. നമ്മൾ ഇത് നല്ല രീതിയിൽ ഉടച്ചിട്ടുണ്ട്. നമുക്ക് അതിന് ശേഷം നമുക്കൊരു ഫണൽ വെച്ച് നമുക്ക് ഇതിനെ ഓരോ ബോട്ടിലേക്ക് മാറ്റണം. ഇപ്പം ഇത് ഹാൻഡ് വാഷിൻ്റെ ബോട്ടിൽ, ഇത് ലുലുമാളിൽ നിന്ന് മേടിച്ച ഹാൻഡ് വാഷിൻ്റെ ബോട്ടിലാണ്. ഇപ്പം നമുക്ക് ഇതിൻ്റെ അകത്ത് 250 മില്ലി ഇതിൻ്റെ അകത്ത് നിറയും. നമുക്ക് 250 മില്ലി നമുക്ക് ഇതിൻ്റെ അകത്ത് ഒഴിക്കാം. നമുക്ക് ഇതിനൊരു ഫണൽ ഉപയോഗിച്ച് നമുക്ക് ഇതിൻ്റെ അകത്ത് ഒഴിക്കണം. ഇത് ഒരുപാട് നമുക്ക് വേസ്റ്റ് വന്ന് കുറച്ച് നിറഞ്ഞ് തുമ്പിപ്പോയി. നമുക്ക് ഇതിനൊരു വേറെ ബോട്ടിലേക്ക് മാറ്റാം, ഇച്ചിരി മാറ്റാം. ഇത് ഒരു ഡ്രിങ്ക്സിൻ്റെ ബോട്ടിലാണ്. ഇതൊരു 1 ലിറ്ററിൻ്റെ ബോട്ടിലാണെന്ന് തോന്നുന്നു. 1 ലിറ്ററിൻ്റെ ബോട്ടിൽ. നമുക്ക് ഇത് ഒന്ന് ഫില്ല് ചെയ്ത് വെക്കാം. ഒരുപാട് ഈ ബാക്കിയുള്ളതുകൊണ്ടാണ്. ഇനിയും ബാക്കിയുണ്ട്. നമുക്ക് ഇതും കൂടെ ഒരു ബോട്ടിലേക്ക് ഫില്ല് ചെയ്യണം. നമുക്ക് ഇത് അടച്ചു നോക്കാം. ഞാൻ ആ ഹാൻഡ് വാഷ് വെച്ച് ഒന്ന് കൈ കഴുകി നോക്കി. അത് നല്ല രീതിയിൽ നമുക്ക് പത വരുന്നുണ്ട്. സാധാ ഹാൻഡ് വാഷും ഈ ഒരു ഹാൻഡ് വാഷും തമ്മിൽ ഒരു വ്യത്യാസം വരുന്നില്ല. പിന്നെ നല്ല മണമുണ്ട്. ലെഗ്സിൻ്റെ നല്ല മണമുണ്ട്. ഒരു നല്ലൊരു ഹാൻഡ് വാഷ് നമുക്കിത് വേണമെങ്കിൽ അല്ലാതെ നമുക്ക് ചെറുതായിട്ടൊരു ഹോം മെയ്ഡായിട്ട് വിൽക്കുകയും ചെയ്യാം. നമ്മുടെ ഒരു കെമിക്കലും ഇല്ലാത്ത നാച്ചുറൽ ഹാൻഡ് വാഷാണ്. നമ്മൾ ആ കെമിക്കൽ വരുന്നെങ്കിലും ആ സോപ്പിൻ്റെ ആയിട്ടുള്ള കെമിക്കൽ വരും. പിന്നെ നമ്മുടെ സോപ്പ് ഉപയോഗിക്കുമ്പോൾ ആയുർവേദ സോപ്പ് ഉപയോഗിക്കരുത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയായിരിക്കുന്നു. ഇത് നമുക്ക് ഏകദേശം നമുക്ക് കിട്ടിയത് ഒരു 1 ലിറ്ററും പിന്നെ ഒരു 1/2 ലിറ്ററും പിന്നെ ഒരു 250. അങ്ങനെ മൊത്തത്തിൽ നമുക്കൊരു 750 750 ലിറ്ററോളം നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇച്ചിരി കട്ടി കൂടുതലാണ്. ഫ്രണ്ട്സ്, എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇനി നിനക്ക് നല്ല വീഡിയോസ് കിട്ടണമെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ട് കേൾക്കണം ബെല്ലൈക്കൻ എല്ലാം വിളിയും ഞാൻ എടുത്ത വീഡിയോസ് കൊണ്ടുവന്ന് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ കിട്ടും. പിന്നെ ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്യണം. ഇനി നല്ല വീഡിയോസ് ആണ്. റിച്ചു സൈനിങ് ഔട്ട്.